അസ്ത്രം. എന്താണ് ഓണാട്ടുകരയും അസ്ത്രവും തമ്മിലുള്ള ബന്ധം? റെസിപ്പിക്കൊപ്പം ഓണാട്ടുകരയുടെ കുറച്ച് പ്രത്യേകതകളും കൂടി പറഞ്ഞു പോവാം. കേരളത്തിൻ്റെ മധ്യ തെക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഓണാട്ടുകര ഒരു കാലത്ത് കാർഷിക സമൃദ്ധിയുടെ നാടായിരുന്നു. നെൽകൃഷിക്കൊപ്പം തന്നെ ചേന, ചേമ്പ്, കാച്ചിൽ, ചീനി തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങളും ഇവിടെ ധാരാളമായി കൃഷി ചെയ്തിരുന്നു. പ്രകൃതിയോടും കൃഷിയോടും ചേർന്ന് നിൽക്കുന്ന ജീവിതശൈലിയാണ് ഓണാട്ടുകരക്കാരുടെ ഭക്ഷണ സംസ്കാരത്തെയും രൂപപ്പെടുത്തിയെടുത്തത്. ആ ഭക്ഷണ പാരമ്പര്യത്തിലെ ഒരു പ്രത്യേക വിഭവമാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത് അസ്ത്രം. കിഴങ്ങുവർഗ്ഗങ്ങൾക്കൊപ്പം തന്നെ പയറുവർഗ്ഗങ്ങളും വേവിച്ചുടച്ച് തേങ്ങ അരച്ചു ചേർത്ത് തയ്യാറാക്കുന്ന ഈ വിഭവം രുചി കൊണ്ട് മാത്രമല്ല പോഷക സമൃദ്ധിയുടെയും ലാളിത്യത്തിൻ്റെയും പ്രതീകമാണ്. ഇന്നും ഓണാട്ടുകരയിലെ ആഘോഷങ്ങളിലും ഉത്സവ സദ്യകളിലും കഞ്ഞിസദ്യകളിലും ഒക്കെ തന്നെ അസ്ത്രത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. മണ്ണിൻ്റെ രുചി പറഞ്ഞൊരു പാരമ്പര്യം ഇന്ന് ഓണാട്ടുകരക്കാർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഓണാട്ടുകരയെ അറിയണമെങ്കിൽ അവിടുത്തെ മണ്ണിനെപ്പറ്റി അറിയണം. മണ്ണിനെപ്പറ്റി അറിയണമെങ്കിൽ അവിടുത്തെ ഭക്ഷണത്തെപ്പറ്റിയും അറിയണം.